ഫ്യൂഷൻ കുസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ചെന്ന മസാലയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടിച്ചത്, ജീരകം, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നീളനെ അരിഞ്ഞത്, മല്ലിയില പൊടിപൊടിയായി അരിഞ്ഞത്, 300 ഗ്രാം സബോള ചോപ്പ് ചെയ്തത്, സൺഫ്ലവർ ഓയിൽ, പാല്, ഗ്രാം തക്കാളി, 250 ഗ്രാം കാബൂലി ചെന്ന നല്ലപോലെ വേവിച്ചത്. ഇത്രയും സോഫ്റ്റായിട്ടിരിക്കണം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചേരുവകൾ. ചെന്ന മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ചെന്ന മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവാൻ സമയത്ത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് തുടക്കം ലേശം 1/4 സ്പൂൺ ജീരകം ഇടുക. ജീരകം പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നല്ല പോലെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ആഡ് ചെയ്യാം. പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും. ഉപ്പ് ആഡ് ചെയ്യണം. നമ്മളൊരു ഫസ്റ്റ് 1 സ്പൂൺ ഉപ്പ് ഇതിൽ ചേർത്തുണ്ട്. ചേർത്ത് കൊടുത്ത് സ്ലോ ഫയറിൽ സബോള നല്ലപോലെ സോട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുക. ഈ സബോള സോട്ടാവുന്ന സമയത്ത് കുറച്ചുകൂടി ഓയിൽ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. 3 സ്പൂൺ എന്നുള്ളത് 5 സ്പൂൺ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ 5 സ്പൂൺ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ സോട്ടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ച 300 ഗ്രാം തക്കാളി ഫൈനലി ചോപ്പ് ചെയ്യാം. ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി. നല്ലപോലെ സബോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴാണ് നമ്മുടെ ആ ഗ്രേവിയുടെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ, അതേപോലെ ഓണിയനും നല്ലപോലെ സോട്ടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കാറാവുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ഒന്നുകൂടി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് മസാലകൾ നമ്മൾ ചേർക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി,
2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ആ ഗ്രേവിയുടെ കളർ കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും. മസാല ഒന്ന് മുരിയണം, ഓയിലിൽ മുരിഞ്ഞ് ആ റോ ഫ്ലേവർ, ആ മസാലയുടെ റോ ഫ്ലേവർ ഒന്ന് പോയി കിട്ടണം. ആ റോ ഫ്ലേവർ പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. കറക്റ്റ് ആ മസാല റോ ഫ്ലേവർ പോയി നമ്മൾ മനസ്സിലാക്കണത്, വളരെ പെട്ടെന്ന് മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഈ മസാലയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മസാല നല്ലപോലെ മുരിഞ്ഞ് ഓയിൽ പുറത്തേക്ക് തള്ളി തുടങ്ങും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത ലെവലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മസാല നല്ലപോലെ റോസ്റ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ നീളം അരിഞ്ഞ് വെച്ച 5 മുളക് ആഡ് ചെയ്യണം. മുളക് മുമ്പ് ആഡ് ചെയ്തെങ്കിൽ എന്താ കുഴപ്പമുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിന് നമുക്ക് കാണാൻ കിട്ടാണ്ടാവും. മുളക് ആകെ ഷോർട്ടായി അതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടില്ല, കറിയിൽ കാണാനും കിട്ടാണ്ടാവും. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ചെന്നയുടെ സ്റ്റോക്ക് വാട്ടർ. വേറെ വെള്ളം നമുക്ക് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ സ്റ്റോക്ക് വാട്ടറിന് അതിൻ്റേതായ ഫ്ലേവർ ഉണ്ട്. അത് കാരണം ഈ സ്റ്റോക്ക് വാട്ടർ നമ്മൾ ആദ്യം ഫസ്റ്റ് ആഡ് ചെയ്യാം. ബാക്കി തികയാത്ത വെള്ളം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കാരണം പാലൊക്കെ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇനി ഗ്രേവി ഇതിൽ നല്ലപോലെ തിക്കാവട്ടെ. അടിപൊളി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് സെറ്റാവട്ടെ. ഓക്കെ, ഗ്രേവി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. നന്നായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ വെള്ളം മാറി ഇതിലേക്ക് ഓയിൽ വീണ്ടും പുറത്ത് വന്ന് തുടങ്ങിയിട്ട് മസാല നല്ല രീതിക്ക് മൊരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബോയിൽ ചെയ്ത ചെന്ന, ബാക്കിയുള്ള വെള്ളവും ചെന്നയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ബാക്കിയുള്ള ചെന്നയും എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം ചെന്ന ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കാരണം അതിലേക്ക് ആ ചെന്നയുടെ ആ ഒരു തിക്നെസ്, ഇതിൻ്റെ തിക്നെൻറ്റേജിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ചെന്ന തന്നെയാണ്. ആ ചെന്ന ബോയിൽഡ് ചെന്ന ഒന്ന് സെമി സ്മാഷ് ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഗ്രേവിയുടെ തിക്നെസ്സും കളറും കൂടും. വാം യെല്ലോ കറക്റ്റ് കിട്ടണമെങ്കിൽ ചെന്ന തന്നെ ഉടയണം, അപ്പോഴതിൻ്റെ കളറും കൺസിസ്റ്റൻസിയും കിട്ടുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിലേക്ക് കാരണം നമ്മൾ ഹോട്ടലിലുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചോപ്പ് ചെയ്ത് മസാലകൾ അടിക്കലില്ല. ചോപ്പ് മസാല, മഖ്നി ഗ്രേവി, യെല്ലോ ഗ്രേവി, വൈറ്റ് ഗ്രേവി എന്ന ബേസിക് ആയിട്ടുള്ള 4 ഗ്രേവീസ് ഉണ്ട്. അപ്പോൾ 4 ഗ്രേവീസിനെ ബേസ് ചെയ്തിട്ടാണ് കറികൾ ഉണ്ടാക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ബാക്കി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഈ ബേസ് ഗ്രേവികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഉപയോഗിച്ച് എത്ര തരം, ഒരു 50-60 തരം കറികൾക്ക് മുകളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണും ചെയ്യാം. ഇനി അവിടെ നിന്നുള്ളത് ഒരു സീരീസ് പോലെ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നല്ല പോലെ നമ്മുടെ ഗ്രേവി തിളച്ച് റെഡി ആയിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇനി ഈ പാലൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗരം മസാല, നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി, നമ്മുടെ ചെന്ന മസാല 90% റെഡിയായി. ഇനി ഒന്നും ചെയ്യാതെ അതിലേക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ പച്ചമുളകിൻ്റെ കേസ് പറഞ്ഞ പോലെ പച്ചമുളക് ശരിക്കും മുഴുവനായ തന്നെ കാണാൻ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 300 ഗ്രാം തക്കാളിയിൽ ഒരു തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെന്ന മസാലയുടെ പരിപാടി കഴിഞ്ഞു. അടുപ്പ് ഓഫ് ചെയ്തു. പിന്നെ ഫൈനലായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമ്മുടെ ചെന്ന മസാലയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ചെന്ന മസാലയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫൈനലായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ലേശം മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ ചെന്ന മസാലയുടെ പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ചെന്ന മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.